കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന നൂറുകണക്കിന് രോഗികളും ജീവനക്കാരും ഇരുട്ടിൽ തപ്പുന്നു. മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ തെരുവിളക്കുകൾ ഇല്ലാത്തതാണ് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നത്. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ മതിയായ വെളിച്ചമില്ലാത്തത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പിലെ കാഴ്ചയാണ് ഇത്. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടം പൂർണ്ണമായും ഇരുട്ടിലാകും. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നും ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സ തേടി പരിയാരത്ത് എത്തുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുന്നവരും തിരിച്ചുപോകുന്നവരും ബസ് സ്റ്റോപ്പിൽ വെളിച്ചമില്ലാത്തത് കാരണം ഒരുപോലെ ദുരിതത്തിലാണ്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബസ് കാത്തു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാറ്റം വന്നിരുന്നു. തളിപ്രഭ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നതിനായി ആശുപത്രി കവാടത്തിന് മുന്നിലാണ് നിലവിൽ യാത്രക്കാർ നിൽക്കുന്നത്. ഇവിടെ തെരുവുവിളക്കുകളില്ലാത്തതിനാൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് വെളിച്ചവും സമീപത്തെ കടകളിലെ വെളിച്ചവും മാത്രമാണ് ഏക ആശ്രയം. ദേശീയപാതയുടെ മറുഭാഗത്തിറങ്ങി ആശുപത്രിയിലേക്ക് കടക്കുന്ന രോഗികളും ബന്ധുക്കളും ഈ ഇരുട്ടിൽ ജീവൻ പണയം വെച്ചാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആശുപത്രി ജീവനക്കാരും ഇതേ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടാകുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ദേശീയപാതയുടെ സമീപത്തുള്ള ബസ് സ്റ്റോപ്പുകളിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും രാത്രികാലങ്ങളിൽ തെരുവുവിളക്കില്ലാത്തത് വൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വെളിച്ചമുറപ്പാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആശുപത്രിയിലെത്തുന്നവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.